ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ഞാൻ മെല്ലെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ദേ ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ചെടീൻ്റെ ഇടയിൽ വല്ലാണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് കാട് പിടിച്ചു. ദേ ഈ റോസയൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ എന്നും. പിന്നെ തോന്നിയിട്ട് വെറുതെ ഇനി മൈൻഡ് മാറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ചേച്ചിയൊക്കെ വന്ന് ഞാൻ ആ ചേച്ചീനോടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പണിയും തീർന്നു, ചേച്ചിയും വർത്താനം പറഞ്ഞു. അങ്ങനെ ആ സൈഡിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന റോസേൻ്റെ അടുത്ത് വന്നിട്ട് അതിനെ ഒന്ന് വെട്ടി ശരിയാക്കി. ഋഷിക്കുട്ടൻ്റെ ഒത്തിരി ബോളൊക്കെ നശിപ്പിച്ച റോസയാണ് കേട്ടോ ഇത്. പടർന്ന് പന്തലിക്കാന്നല്ലാതെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ പൂടുന്നൊരു റോസയാണ് ഇത്. അങ്ങനെ റോസയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞാൻ മെല്ലെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. ഇപ്പുറത്തും കുറേ കാടും പുല്ലുമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ച് മേടിച്ച സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഞാൻ മാത്രമേ ചെടിയോടുള്ളൂ എന്നും അതിലാരും തുടരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ സ്ഥലമെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഞാനിത് ഇങ്ങനെ ഒരു സാധനം കണ്ടത്. ഇത് കണ്ടു, ഒരു ഫംഗസ് പോലത്തെ കയ്യും കാലുമൊക്കെ ഉള്ളൊരു സാധനം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിനെ കാണുന്നത്. എനിക്കിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിൻ്റെ പണീൻ്റെ അവസാനം ദേ ഇങ്ങനെയാണ് കേട്ടോ ഇത് കാണുന്നത്. ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, കാടും പുല്ലൊക്കെ പറിച്ച് കളഞ്ഞു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. 1 മണിക്കൂർ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടാലും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ദേ ഈ ഒരു ചെത്തി കണ്ടോ, ഇത് കുറച്ച് ഇപ്പുറത്ത് നിന്നൊരു ചെത്തിയാണ് കേട്ടോ. ഞാൻ അതിനെ പറിച്ച് അപ്പുറത്തോട്ട് നട്ടു. വലിയ മരങ്ങളൊന്നും മുറ്റത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇവിടെ മെല്ലെ കുഞ്ഞു ചെടികളൊക്കെ പറിച്ച് നടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഏതെങ്കിലും ചെടിയൊക്കെ പോയി മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നടണം. അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.